ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 PSC ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സുകളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? പ്രസ്താവന 1, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. പ്രസ്താവന 2, ഓവർലാപ്പോടുകൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭ്യമാക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. പ്രസ്താവന 3, എയ്റോസ്പേസ് കമ്പനി കൊൽക്കത്ത, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ തുടങ്ങിയവയും ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്താൻ ചുമതലയുള്ള ഏജൻസികളാണ്. ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻസ് എ 1, 2, ബി 2, 3, സി 1, 3, ഡി 1, 2, 3. ഇവിടെ ആൻസർ വരുന്നത് 1, 2, 3 ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. ഓവർലാപ്പോടുകൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭ്യമാകുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. എയ്റോസ്പേസ് കമ്പനി കൊൽക്കത്ത, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ തുടങ്ങിയവയും ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്താൻ ചുമതലയുള്ള ഏജൻസികളാണ്. ധരാതലീയ ചിത്രങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ആകാശീയ ചിത്രങ്ങളാണ്. ഓവർലാപ്പോടുകൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങൾ അറിയപ്പെടുന്നത് സ്റ്റീരിയോ പ്ലെയർ എന്നാണ്. ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട 2 പോയിന്റ്സ് ആണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം 36,000 കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം. ഭൂമിയുടെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ ഭൂമിയുടെ 1/3 ഭാഗമാണ് ഇതിന്റെ നിരീക്ഷണ പരിധി വരുന്നത്. പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത് വാർത്താവിനിമയത്തിനും അന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുവാനും ഉപയോഗിക്കുന്നതാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. അത് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇൻസാറ്റിലും ഭൂസ്ഥിര ഉപഗ്രഹങ്ങളിൽ പെട്ടതാണ്. സൗരസ്ഥിരം എന്ന് പറയുന്നത് ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം. ഇതെന്ന് വെച്ചാൽ ധ്രുവങ്ങൾക്ക് മുകളിലൂടെയാണ് ഭൂമിയെ വലം വയ്ക്കുന്നത്. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ധ്രുവങ്ങൾക്ക് മുകളിലൂടെയാണ് വലം വയ്ക്കുന്നത്. പിന്നെ കൃത്യമായ ഇടവേളകളിലാണ് പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധി മാത്രമേ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്കുള്ളൂ. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു. IRS, ലാൻഡ്സാറ്റ് എല്ലാം സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്കാണ് ഉദാഹരണം ഉള്ളത് ഇൻസാറ്റ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. സൗരസ്ഥിരം എന്ന് പറഞ്ഞാൽ IRSഉം ലാൻഡ്സാറ്റിലും സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? പ്രസ്താവന 1, 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. പ്രസ്താവന 2, സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് രാമകൃഷ്ണ പിള്ളയാണ്. പ്രസ്താവന 3, സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന 2, 3 തെറ്റാണ്. ഓപ്ഷൻസ് 1 മാത്രമേ ശരിയുള്ളൂ. 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എന്നുള്ളത് ശരിയാണ്. അത് 1905 ജനുവരി 19 അഞ്ചുതെങ്ങിൽ വെച്ച് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. അതുപോലെ ആദ്യത്തെ പത്രാധിപർ CP ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപരാവുന്നത്. അതുപോലെ 1906 മുതൽ 1910 വരെയാണ് രാമകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നറിയപ്പെടുന്ന രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരാവുന്നത് 1906 മുതൽ 1910 വരെയാണ്. കേരളൻ എന്നറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അതുപോലെ നാടുകടത്തി ദിവാനായിരുന്നു P രാജഗോപാലാചാരി. അടുത്ത ക്വസ്റ്റ്യൻ, സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? ഓപ്ഷൻസ് 1-ാം പഞ്ചവത്സര പദ്ധതി, 3-ാം പഞ്ചവത്സര പദ്ധതി, 2-ാം പഞ്ചവത്സര പദ്ധതി, 4-ാം പഞ്ചവത്സര പദ്ധതി. ആൻസർ 2-ാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്നത്. 2-ാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വ്യവസായ പദ്ധതി എന്നും 2-ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നുണ്ട്. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളും ഈ പദ്ധതിക്ക് ഉണ്ടായിരുന്നു. 2-ാം പഞ്ചവത്സര പദ്ധതിക്ക് ലക്ഷ്യമായിരുന്നു. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നതിലൊക്കെ ലക്ഷ്യങ്ങളായിരുന്നു
വ്യവസായ പദ്ധതി എന്നും രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന കലാരൂപങ്ങളിൽ അരങ്ങു സംഗീതത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: പടയണി, കൃഷ്ണനാട്ടം, മുടിയേറ്റ്, അർജുന നൃത്തം. ഇതിൽ ആൻസർ വരുന്നത് പടയണിയാണ്. പടയണി എന്ന് പറയുന്നത് ക്ഷേത്രത്തില് ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ അവതരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി. അതെന്ന് വെച്ചാൽ കേരളത്തിലെ പ്രാചീന സംസ്കാരത്തിന്റെ പ്രതീകങ്ങളിലൊന്നായി ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കലയാണ്. ബാക്കി മൂന്നും കൃഷ്ണനാട്ടം, മുടിയേറ്റ്, അർജുന നൃത്തം. കൃഷ്ണനാട്ടം, മുടിയേറ്റ്, അർജുന നൃത്തം, ഇത് മൂന്നും അരങ്ങില് അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളാണ്. കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞാല് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവാണ്. രാജാവാണ്. കൃഷ്ണനാട്ടത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൃഷ്ണഗീതി, മാനവേദൻ രാജാവിന്റെ കൃതിയായ കൃഷ്ണഗീതിയാണ് കൃഷ്ണനാട്ടത്തിന്റെ അടിസ്ഥാനം. ശ്രീകൃഷ്ണന്റെ കഥയാണ് കൃഷ്ണനാട്ടത്തില് വിവരിക്കുന്നത്. ആവിഷ്കരിച്ചിട്ടുള്ള രൂപം, ശ്രീകൃഷ്ണ കഥ സമ്പൂർണമായി ആവിഷ്കരിക്കുന്നതാണ് കൃഷ്ണനാട്ടത്തിന്റെ നൃത്തരൂപം. അതുപോലെ തന്നെ പടയണിയുടെ പ്രധാന വാദ്യം തപ്പാണ്. പിന്നെ മുടിയേറ്റ് എന്ന് പറയുന്നത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം. രണ്ടാമതായി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം. ഒന്നാമതായിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് കൂടിയാട്ടം. രണ്ടാമതാണ് മുടിയേറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? ഓപ്ഷൻസ്: 44-ാം ഭേദഗതി, 42-ാം ഭേദഗതി, 39-ാം ഭേദഗതി, 5-ാം ഭേദഗതി. ആൻസർ: 42-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത് 42-ാം ഭേദഗതി പ്രകാരമാണ്. അതായത് സ്ഥിതിസമത്വം, മതേതരത്വം, അഖണ്ഡത എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്ത് 42-ാം ഭേദഗതിയിലാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഈ ഭേദഗതിക്ക് ശുപാർശ ചെയ്ത കമ്മിറ്റി. അതുപോലെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു രാഷ്ട്രപതി. ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇത് പാസ്സാക്കിയത്, ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസ്സായ വർഷം 1976-ലായിരുന്നു 42-ാം ഭേദഗതി പാസ്സാക്കിയത്. നിലവിൽ വന്നത് 1977 ജനുവരി 3-നായിരുന്നു നിലവിൽ വന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42-ാം ഭേദഗതിയാണ്. മൗലിക കർത്തവ്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. മൗലിക കർത്തവ്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ നിന്നും ഈ ഭേദഗതിയിലൂടെ മാറ്റപ്പെട്ട വിഷയങ്ങളാണ് വനം, വിദ്യാഭ്യാസം, അളവുതൂക്ക സമ്പ്രദായം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണസമ്പ്രദായം എന്നിവയെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടതാണ് 42-ാം ഭേദഗതി പ്രകാരം. 44-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയും നീലം സഞ്ജീവ് റെഡ്ഡി രാഷ്ട്രപതിയുമായിരുന്നു ആ സമയത്തേത്. അതായത് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭരണഘടനാ ഭേദഗതി. അതുപോലെ ആഭ്യന്തര അസ്വസ്ഥത 352 പ്രകാരമുള്ള ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിലൊന്നായ ആഭ്യന്തര അസ്വസ്ഥത എന്നുള്ളതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റിയത് 44-ാം ഭേദഗതി പ്രകാരമായി. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏത്? ഓപ്ഷൻസ്: ഇന്ദുലേഖ, കുന്തലത, മാർത്താണ്ഡവർമ്മ, രാമചരിതം. ആൻസർ എ, ഇന്ദുലേഖയാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ. ഇന്ദുലേഖ എന്ന് പറയുമ്പോൾ 1889-ലാണ് ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്നത്. ചന്തുമേനോന്റെ നോവലാണ് ഇന്ദുലേഖ. ചന്തുമേനോന്റെ രണ്ടാമത്തെ നോവലാണ് ശാരദ. ലക്ഷണമൊത്തതാണ് ഇന്ദുലേഖ. കുന്തലത എന്ന് പറയുമ്പോൾ അപ്പു നെടുങ്ങാടിയുടെ നോവലാണ് കുന്തലത. അത് 1887-ലാണ് പ്രസിദ്ധീകരിക്കുന്നത്. കുന്തലത, അപ്പു നെടുങ്ങാടി, ഇന്ദുലേഖ, ചന്തുമേനോൻ. മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞത് ആദ്യത്തെ ചരിത്ര നോവലാണ്. മാർത്താണ്ഡവർമ്മ CV രാമൻപിള്ളയാണ് ഇത് എഴുതിയത്. മാർത്താണ്ഡവർമ്മ ആദ്യത്തെ ചരിത്ര നോവല്. രാമചരിതം എന്ന് പറഞ്ഞാൽ ഒരു സംസ്കൃത കവിതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള നാടേ നിൻ മാറിൽ ഓരോ മലർമാല ചാർത്തുന്നു മഞ്ചിമകൾ. ആരുടെ വരികളാണിത്?
ഓപ്ഷൻസ് കുഞ്ഞുണ്ണി മാഷ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ONV കുറുപ്പ്, പിന്നെ കുമാരനാശാൻ. കുഞ്ഞുണ്ണി മാഷ്, ചങ്ങമ്പുഴ, ONV, കുമാരനാശാൻ. ആൻസർ വരുന്നത് ചങ്ങമ്പുഴയാണ്. മലയാള നാടേ നിൻ മാറിലോരോ മലർമാല ചാർത്തുന്നു മഞ്ചിമകൾ എന്നുള്ള വരികൾ ചങ്ങമ്പുഴയുടെയാണ്. ചങ്ങമ്പുഴയുടെ കാല്യകാന്തി എന്ന കവിതയിലെ വരികളാണിത്. കാല്യകാന്തി എന്ന കവിതയിലെ വരികളാണ് ഇത്. മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് അറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ്. മലയാളത്തിലെ ഓർഫ്യൂസ്. ഡോക്ടർ MK സാനു എഴുതിയ ജീവചരിത്രക്കുറിപ്പാണ് ചങ്ങമ്പുഴ നക്ഷത്രം കൊണ്ട് സ്നേഹഭാജനം. അദ്ദേഹം അന്തരിച്ച് 2025 ആഗസ്റ്റ് 2-നാണ്. അതുപോലെ കുഞ്ഞുണ്ണി മാഷിന്റെ യഥാർത്ഥ പേര് അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ എന്നാണ്. ചങ്ങമ്പുഴ അറിയപ്പെടുന്നത് ഗാനഗന്ധർവൻ എന്നാണ്. അതുപോലെ കുമാരനാശാൻ സ്നേഹഗായകൻ. കുമാരനാശാൻ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നു. ചങ്ങമ്പുഴ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നു. ONV കുറുപ്പ്. ONV കുറുപ്പ് കവിതകൾ എഴുതിയിരുന്നത് ബാലമുരളി എന്ന തൂലികാനാമത്തിലായിരുന്നു. അതുപോലെ തന്നെ പ്രധാന കവിതകളായിരുന്നു ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം, ഉപ്പ്, ഉജ്ജയിനി, പിന്നെ മയിൽപ്പീലി, ദാഹിക്കുന്ന വാനപാത്രം എല്ലാം ONV കുറുപ്പിൻ്റെതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാനായി ഭരണഘടനാ നിർമ്മാണ സഭ എത്ര സെഷനുകൾ നടത്തി? ഓപ്ഷൻസ് 11, 10, 9, 7. ആൻസർ വരുന്നത് 11. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാനായി ഭരണഘടനാ നിർമ്മാണ സഭ 11 സെഷനുകൾ ആയിട്ടാണ് നടത്തിയത്. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് BR അംബേദ്കറാണ്. ഡോക്ടർ BR അംബേദ്കറാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി MN റോയ് ആണ്. MN റോയ്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അത് ആദ്യമായി സമ്മേളിച്ചത് 1946 ഡിസംബർ 9-നാണ്. ക്യാബിനറ്റ് മിഷന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിതമായത്. ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന നിലയിൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. പിന്നീട് 1946 ഡിസംബർ 11-ന്റെ സമ്മേളനത്തിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. 1946 ഡിസംബർ 13-ന്. ഇത് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് 1947 ജനുവരി 22-നാണ്. പിന്നെ ഏക മുസ്ലിം വനിതയാണ് ഉണ്ടായിരുന്നത്. ഒരേ ഒരു മുസ്ലിം വനിതയാണ് നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ബീഗം ഐസ്വാസ് റസൂൽ ആയിരുന്നു ഏക മുസ്ലിം വനിത. 2 വർഷം 11 മാസവും 18 ദിവസവും വേണ്ടിവന്നു ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടിയത്. 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. ദേശീയ നിയമദിനമായിട്ട് നവംബർ 26 ആചരിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നത് 1950 ജനുവരി 24-നാണ്. ഒപ്പുവെച്ചത് 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നത്. ഇതേ തീയതി തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും അംഗീകരിക്കുന്നത്. 1950 ജനുവരി 24-ന് തന്നെ. അതേസമയം ദേശീയ പതാക അംഗീകരിക്കുന്നത് 1947 ജൂലൈ 22-നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് നോവലിലെ കഥാപാത്രമാണ് ചേതന മല്ലിക്? ഓപ്ഷൻസ് മനുഷ്യന് ഒരു ആമുഖം, ആരാച്ചാർ, സമുദ്രശില, നിരീശ്വരൻ. ഇതിൽ ഏത് നോവലിലെ കഥാപാത്രമാണ് ചേതന മല്ലിക്? ആൻസർ വരുന്നത് ആരാച്ചാറാണ് ആൻസർ വരുന്നത്. ആരാച്ചാർ എന്ന് പറഞ്ഞത് KR മീരയുടെ ഒരു നോവലാണ്. അതിലെ കഥാപാത്രങ്ങളാണ് ചേതന മല്ലിക്, സഞ്ജീവ് കുമാർ മിത്ര അങ്ങനെ പറയുന്നത്. പിന്നെ സുഭാഷ് ചന്ദ്രന്റെ പ്രധാന നോവലാണ് മനുഷ്യന് ഒരു ആമുഖം എഴുതിയത് സുഭാഷ് ചന്ദ്രനാണ്. അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നാറാപ്പിള്ള, ജിതേന്ദ്രൻ, ആൻമേരി. ജിതേന്ദ്രൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യന് ഒരു ആമുഖം സുഭാഷ് ചന്ദ്രന്റെയാണ്. പ്രധാന കഥാപാത്രങ്ങൾ നാറാപ്പിള്ള, ജിതേന്ദ്രൻ, ആൻമേരി.
പിന്നെ സമുദ്രശില എന്നതും സുഭാഷ് ചന്ദ്രന്റെയാണ്. സമുദ്രശില സുഭാഷ് ചന്ദ്രന്റെയാണ്. പ്രധാന കഥാപാത്രം അംബ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം യോഗക്ഷേമ സഭ. പ്രസ്താവന 2, എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിന് പ്രവേശനം വേണമെന്ന് ആവശ്യവുമായി നടന്ന പ്രക്ഷോഭം ഗുരുവായൂർ സത്യാഗ്രഹം. പ്രസ്താവന 3, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ. ഇവിടെ ആൻസർ വരുന്നത് ശരിയായ പ്രസ്താവന സി ആണ്. അതായത് 2, 3 ആണ് ശരിയായ ആൻസർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം യോഗക്ഷേമ സഭ അല്ല. പിന്നെ ശരിയായത് എന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം വേണമെന്ന് ആവശ്യമായി നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അത് ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പനായിരുന്നു. സെക്രട്ടറി കെ കേളപ്പൻ. പ്രസിഡന്റ് വരുന്നത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റ് ആയിരുന്നു. ഇതിപ്പോ തിരിഞ്ഞു പോകുന്നതാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി കെ കേളപ്പനും പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനുമാണ്. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റാണ് കെ കേളപ്പൻ, അതിന്റെ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. അത് രണ്ടും മാറിപ്പോകുന്നതാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. കെ കേളപ്പൻ സെക്രട്ടറിയുമായിരുന്നു. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് KPCC. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ആദ്യ സത്യാഗ്രഹ സംഘത്തെ കണ്ണൂരിൽ നിന്ന് നയിച്ചത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. അതായത് കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നാണ് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അറിയപ്പെടുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമുള്ള ആദ്യ സത്യാഗ്രഹ സംഘത്തെ കണ്ണൂരിൽ നിന്ന് നയിച്ചത് ടി സുബ്രഹ്മണ്യ തിരുമുമ്പാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടിൻ്റെതാണ് യോഗക്ഷേമ സഭ. അത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധമില്ല.